കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചില്ലും ചിമ്മി തിത്താരത്തെയും തിന്നി ചീറി വന്നാട്ടെ മുറിച്ചേറി വന്നാട്ടെ വീറുള്ള പയ്യന്മാരെ ചൊവ്വുള്ളതെല്ലാം കൊണ്ടേ കണ്ടെടുത്തില്ലേ കുത്തി വെച്ചില്ലേ കെട്ടുറപ്പോടെ കുതിച്ചോട് പതക്കം ചെന്നെടുക്ക് കൈക്കരുത്തിന്റെ തുഴക്കാരെ സ്നേഹപ്പെണ്ണാളെ Wow. Oh. ഭാസ്കർ വല്യച്ഛ, ഭാവനി വല്യമ്മ, ഒന്ന് വാ. ഒരു ചീട്ടെടുക്ക്. ഇതിനകത്ത് എന്തായിരിക്കും എന്തോ. എന്ത് വന്നാലും ചെയ്തേ പറ്റൂ വല്യമ്മ. നിങ്ങളുടെ പാർട്ട്ണറിനെ പറ്റി ചില സത്യങ്ങൾ പുറത്തു പറയണം. ആദ്യം ആരാ പറയണ്ടേ? ആദ്യം വല്യമ്മ, അതിനുശേഷം വല്യച്ഛൻ പറഞ്ഞാ മതി. എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞോണ്ടായിരിക്കുന്നെ. ഇപ്പൊ എന്നെ കുറിച്ച് എന്താണെന്തോ പറയാൻ പോകുന്നത്. പറയൂ വല്യമ്മേ. പറയുന്നൊക്കെ സത്യമായിരിക്കണേ എടുത്തി. ഈ വലിയ വീട്ടിലേക്ക് മൂത്ത മരുമകളായിട്ടാ ഞാൻ വന്നേ. ഏട്ടനെ കണ്ടപ്പോ തന്നെ ബുദ്ധിശാലിയാണെന്ന് എനിക്ക് തോന്നി. എല്ലാരും മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ പോവാണോ? പക്ഷേ അദ്ദേഹം ബുദ്ധിശാലി മാത്രമല്ല, ഒരു പാവമാണ്. എത്രത്തോളം പാവമാണെന്ന് വെച്ചാ കുട്ടിക്കാലത്തെല്ലാം അമ്മയോട് ചോദിച്ചതുപോലെ ഇപ്പൊ എല്ലാം എന്നോടാ ചോദിക്കുന്നത്. അത് പക്ഷെ എനിക്ക് ഒരു കുറവായിട്ട് തോന്നുന്നില്ല, ഒരു നന്മയായിട്ടാ തോന്നിയത്. ഞങ്ങളുടെ കുട്ടികള് ഹോസ്റ്റലിലാ പഠിക്കുന്നത്. പക്ഷേ ആ വേദന ഞാൻ അറിയാറില്ല. അതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഈ കുട്ടിത്തരമാണ്. എന്റെ മൂത്ത മോന. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. സോറി അമ്മേ. എന്തിനാ മോളെ ക്ഷമ ചോദിക്കുന്നേ? ഭാര്യയിൽ സ്വന്തം അമ്മയെ കാണുന്നവൻ ഉയർന്നവനാ. ഭർത്താവിനെ മകനെ പോലെ കരുതുന്നവൾ അതിനേക്കാൾ വലിയവളാ. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് മൂത്തയാളെ കുറിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നീ വന്നതിൽ പിന്നെയാ ഞങ്ങൾക്ക് ധൈര്യമായത്. ഏട്ടാ, ഏട്ടത്തി പറ്റിയ സത്യം മാത്രമേ പറയാവൂ.
ആ, ഞാനിനി എന്തു പറയാനാ ഭാവനെ? എന്നെ കുറിച്ച് ഏട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളത് അത് പറഞ്ഞാ മതി. ഞാൻ നിനക്ക് മകനെ പോലെയാണെന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണ്. നീ എന്റെ അമ്മയെ പോലെ തന്നെയാ. എന്നെ ഗൈഡ് ചെയ്യുന്ന ടീച്ചറാണ് നീ. അഡ്വൈസ് തരുന്നൊരു ഫ്രണ്ടുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിന്നെ ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സൂപ്പർ വല്യേട്ടാ, സൂപ്പർ എടുത്തി. നെക്സ്റ്റ് സുമ അമ്മൂമ്മ. ഞാൻ എന്തിനാ ഉണ്ണി? എന്തിനാ ചോദിക്കുന്നത്? അങ്ങോട്ട് ചെല്ല്. അത് വേണ്ടടാ. മര്യാദക്ക് പോകുന്നു, അത് ഞാൻ എടുത്തോണ്ട് പോണോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ പോവാം. വാ അമ്മൂമ്മേ. ഒരു ചീട്ടെടുത്തതാ. ആ ചീട്ടിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് ഇങ്ങോട്ട് താടാ. ഞാനാ വായിക്കേണ്ടത്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതിലെങ്ങനെ ജനിക്കണമെന്ന് അമ്മൂമ്മ ആഗ്രഹിക്കുന്നേ? ഇളമേ, നടക്കുന്ന വല്ല സ്വപ്നം കണ്ട പോരെ? ഒറ്റയടിക്ക് ദീപിക പതുക്കോണോ നയൻതാര ആവണോന്നൊന്നും സ്വപ്നം കാണല്ലേ. എന്തോടാ സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? എന്ത് സ്വപ്നമാ കാണുന്നേ? അത് ഞാൻ സുമംഗലിയായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ. അത് പറഞ്ഞാ ചിരിക്കോ എന്തോ. പറയെടുത്തി, എന്താ നിങ്ങളുടെ ആഗ്രഹം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹം ഇഷ്ടമൊന്നും ഇല്ല എടുത്തി. എത്ര ജന്മം കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഒന്ന് സത്യം പറ ഇളയമേ, ഉള്ളിലുള്ള കാര്യം എന്തെന്ന് തെളിച്ചു പറയേ. ഇളയമേ, ഒരു പെൺ മഹിഷാസുരനാകണോന്നല്ല ഇളയമ്മയുടെ ആഗ്രഹം. നോക്കേട്ടാ, ഇവ മോരെന്നെ കളിയാക്കുന്നേ. നിന്റെ മനസ്സ് എനിക്കറിയില്ലേ മോളെ. നിങ്ങക്ക് എന്തോ അറിയാന്നാ. അറിഞ്ഞിരുന്നെങ്കി എന്റെ സ്വപ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുവോ? അടുത്തത് അമ്മ അച്ഛനും വരണം. ചെല്ലുമോനെ. വസു, ചെല്ലുമോളെ. കാർഡ് എടുത്തോളൂ. ഏട്ടൻ എടുക്ക്. സാരില്ല, താൻ എടുത്തോളൂ. ഇല്ല, ഏട്ടൻ തന്നെ എടുത്തോളൂ. ആരെങ്കിലും ഒന്ന് എടുക്ക്. നിങ്ങളുടെ പാർട്ട്ണറിനെ പ്രപ്പോസ് ചെയ്യണം.
പ്രപ്പോസ് ചെയ്യണം, പ്രപ്പോസ് ചെയ്യണം, പ്രപ്പോസ് ചെയ്യണം. അബി പ്രപ്പോസ് ചെയ്യേ. അച്ഛൻ പ്രപ്പോസ് ചെയ്യോ ആദ്യം അതോ അമ്മ പ്രപ്പോസ് ചെയ്യോ ആദ്യം? രണ്ടുപേരും പ്രപ്പോസ് ചെയ്യണം ഉണ്ണി. ആരുടെ പ്രപ്പോസലാണ് അടിപൊളിയെന്ന് ഞങ്ങൾ പറയാം. പാവം, എന്തിനാ ഇവരെങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? അതെ, അല്ലെങ്കിൽ തന്നെ വസുവേട്ടത്തെയും അഭിയേട്ടനും നാണമുള്ള കൂട്ടത്തിലാ. അവരെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്ക്. ഇല്ല മോളെ, പ്രപ്പോസ് ചെയ്തേ പറ്റൂ. അബേ വസു തുടങ്ങുന്നേ. അച്ഛനാണോ ഫസ്റ്റ് അമ്മയാണോ ഫസ്റ്റ്? അമ്മയാ ഫസ്റ്റ്. അമ്മ പ്രപ്പോസ് ചെയ്യണേ. അച്ഛൻ പ്രപ്പോസ് ചെയ്യണ്ട. മോള് മിണ്ടാതിരിക്കെ. അബി പ്രപ്പോസ് ചെയ്യേ. പ്രപ്പോസ് ചെയ്യേ, പ്രപ്പോസ് ചെയ്യേ. ഏട്ടൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യ. ഒറ്റയ്ക്കിരിക്കുമ്പോ പോലും ഒന്നും സംസാരിക്കാത്ത ഇദ്ദേഹം എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്ത് സംസാരിക്കാനാ? നിനക്കും എനിക്കിവിടെ ഭൂമി ആകാശവും തമ്മിൽ ചേരുന്നത് പോലെ ഒരു തോന്നല്. ഇന്നലത്തെ രാത്രികൾ, നാളത്തെ പകലുകൾ, കയ്പുള്ള ഓർമ്മകൾ, മധുരമുള്ള സന്തോഷങ്ങൾ, എല്ലാം ഒത്തുചേരുന്ന കനവുകൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. രണ്ടുപേരും മാറി നടക്കാതെ ഒരുമിച്ച് കൈകോർത്ത് നടന്നാൽ ആ യാത്ര വളരെ സന്തോഷമായിരിക്കും. ചേർന്ന് നടക്കേണ്ട യാത്ര ഒരിക്കലും ഏകാന്ത യാത്രയാകരുത്. നമ്മുടെ കാഴ്ചകൾ, ചിന്തകൾ, വഴികൾ എല്ലാം ഒന്നായിരിക്കണം. എല്ലാം ഒരുമിക്കണം. കണ്ടുപിടിക്കണം. ഈ ഗെയിം എന്താന്ന് വെച്ചാ ചെറിയച്ഛന് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കും. അതിന് ചെറിയച്ഛൻ ചെറിയമ്മയ്ക്ക് സൈൻ ആക്ഷൻ വഴി പറഞ്ഞു കൊടുക്കണം. ചെറിയമ്മ അത് കണ്ടുപിടിക്കണം. ഇത്തവണ അവള് പെട്ടു. നല്ലൊരു ടാസ്കാ കൊടുത്തിരിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എത്ര അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് ഇപ്പൊ തന്നെ അറിയാൻ പറ്റും. കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണേ, ഇല്ലെങ്കിൽ മാനം കപ്പൽ കയറും. നീ ആദ്യം കറക്റ്റ് ആയിട്ട് ഹിൻസ് താ. ചെറിയമ്മ നോക്കണ്ട, പുറകിലോട്ട് പോ. കുറച്ചും കൂടി, കുറച്ചും കൂടി മതി. റെഡി റെഡി. എന്താ ആ മുട്ട കട്ട് ചെയ്യണോന്നോ?
പറ. എന്താണ്? ഗോവിന്ദ ഗോവിന്ദ കൊല്ലുവെന്നോ? നിന്നെ ടൈം ഔട്ട്. ഓക്കെ, റെഡി റെഡി. വന്നോ? ടൈം ഔട്ട്. ഓഹോ, എനിക്ക് പിടികിട്ടുന്നില്ല. ടൈം ഔട്ട്. ഓ, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയില്ലേ അണ്ടർസ്റ്റാൻഡിങ്ങേ ഇല്ല. ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന. ഇനിയുള്ളത് അനുവും കീർത്തിയും. വാ മോളെ. ഓ, ഡാൻസ് ചെയ്യണം നിങ്ങള്. നിങ്ങളുടെ കൂടെ ഞാനും ഡാൻസ് കളിക്കാം. സൂപ്പർ ഉണ്ണി, സൂപ്പർ. കമോൺ അനു ആൻഡ് കീർത്തി. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. Kudukku pottiya kuppayam uduthu mandana kalatte midukki pinne ennude nenjin nadukirunnavalane nee, nadukirunnavalane nee. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. വെരി വെരി ഗുഡ്. വെരി വെൽ ഡൺ, വെരി വെൽ ഡൺ. ശരി മതിയാക്ക്, എല്ലാവരും ടയേർഡായി, വീട്ടിലേക്ക് പോകാം. അഖിൽ, ലഗേജ് ഒക്കെ എടുത്ത് വണ്ടിയിൽ വെക്കേ, നമുക്ക് പോകാം. നമ്മളിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേ? അതെ മോളെ. അയ്യോ, ജീവൻ പോകുന്ന വേദന എന്ന് പറഞ്ഞ ഇതായിരിക്കും അല്ലേ? അയ്യോ, പ്രായത്തിനനുസരിച്ചേ കളിക്കാവൂ. ആർക്കൊക്കെയോ പണി കൊടുക്കണമെന്ന് വിചാരിച്ചു. എല്ലാ പണി എനിക്ക് എന്നെ കിട്ടി അമ്മേ. വെറുതെ പണി കൊടുക്കാൻ പോയിട്ട് പടി കൊടുത്ത് അടി വാങ്ങിയ പോലെ ആയി. അയ്യോ അമ്മേ. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി ഘനസാര സുഗന്ധി വിലാസിനി നീ കനകാംഗി വികാര സമുദ്രസുതേ. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി നയനങ്ങളിലഞ്ജനകാന്തകണം അധരത്തിലനംഗമരന്തരസം പ്രണയോജ്വല കാവ്യ കലാവതി നീ സുരലോക വിഹാരിണി ചാരുലതേ. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി. ആദ്യം താൻ പോ. കുഴപ്പമില്ല, ഏട്ടൻ പൊക്കോളൂ, ഞാൻ പിന്നീട് പൊക്കോളാം. സാരമില്ല, താൻ ആദ്യം വയ്ക്കോ. ഇപ്പോ ഓഫീസിൽ പോകേണ്ട അത്യാവശ്യമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല
താൻ ഒരുപാട് ടയേർഡുവാ. അതൊന്നും സാരമില്ല. ആദ്യം സെലിബ്രിറ്റിക്കല്ലേ ചാൻസ് കൊടുക്കേണ്ടത്.